പുകവലിക്കാൻ പാടില്ല, മദ്യപിച്ചാൽ നിങ്ങളെ ഞാൻ വണ്ടി കയറ്റില്ല. അങ്ങനെ ഞാൻ മദ്യപിച്ച ആർട്ടിസ്റ്റിനെ വണ്ടി കയറ്റാതെയും പോയിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്, എഴുതണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അത് എടുത്തു പിടിച്ച കണക്ക് നമ്മൾ എഴുതിയാൽ അതിൻ്റെതായിട്ടുള്ളത് ഒരു ലേഡി എന്ന നിലയിൽ നമ്മളത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമ്മളോടൊപ്പം ഉള്ളായിരിക്കണം, പ്രശ്നങ്ങളുള്ളവരായിരിക്കരുത്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസോ സീനിയറിറ്റോ ഒന്നും അല്ല ഞാൻ നോക്കുന്നത്, അവര് കഥാപാത്രത്തിന് ആപ്റ്റാണോ, അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. നാടകത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. കൊല്ലത്തിനാണെന്നൊക്കെ പറയും, പക്ഷെ ഇപ്പൊ കൊല്ലമൊന്നും അല്ല. ആ ഒരു കാലഘട്ടം ഈറ്റില്ലം, നാടകത്തിന്റെ ഈറ്റില്ലം കൊല്ലം. അന്ന് ഒരുപാട് സമിതികൾ ഭയങ്കര കോമ്പറ്റീഷൻ കിടന്നായിരുന്നു. അതിന്റെ ഇടയിൽ ചൈതന്യ എങ്ങനെയാണ് ബൂം ചെയ്തു വന്നത്? തീർച്ചയായിട്ടും ആ നാടകങ്ങളുടെ മേന്മയാണ്. നാടകങ്ങൾ ജനത്തിന് ഇഷ്ടപ്പെടുന്ന നാടകങ്ങളായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, ചേട്ടന്റെ ആ ഒരു രീതി, നമ്മൾ വലിയ നാടക മുതലാളിയുടെ ഇത് ജനങ്ങളോട് തന്നെ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് പോകുന്നവർ, അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകളുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് വരെ? ഞാന് ഇപ്പൊ നേരത്തെ ഉള്ള ഇപ്പൊ ചേട്ടൻ ഉള്ളപ്പോഴുള്ള ഇതില് കൂടുതൽ എനിക്ക് അതിനെ കുറിച്ച് ഞാൻ തലയിട്ടിട്ടില്ല. എല്ലാ ഉത്തരവാദിത്വം ചേട്ടൻ തന്നെയല്ലേ. ഇപ്പൊ ചേട്ടന്റെ വേർപാടിന് ശേഷം നമ്മൾ ഈ സമിതി കൊണ്ടുപോയപ്പോ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. അതായത് ഞാനൊരു ലേഡി നടത്തുന്ന ഒരു സമിതിയാണ്. ആരെ എടുക്കണം ആരെ ഒഴിവാക്കണം എന്ന് വ്യക്തമായിട്ട് ചിന്തിച്ചതിന് ശേഷമേ ഞാൻ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യാറുള്ളൂ. ചിലര് ചോദിക്കും അവരെ എടുത്തൂടെ ഇവരെ എടുത്തൂടെ എന്ന്. എടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല, പക്ഷെ നമുക്ക് തലവേദന വരരുത്. ഒരു ലേഡി എന്ന നിലയിൽ നമ്മളത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമ്മളോടൊപ്പം ഉള്ളായിരിക്കണം, പ്രശ്നങ്ങളുള്ളവരായിരിക്കരുത്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസോ സീനിയറിറ്റോ ഒന്നും അല്ല ഞാൻ നോക്കുന്നത്, അവര് കഥാപാത്രത്തിന് ആപ്റ്റാണോ, അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. എന്റെ സമിതിക്ക് പറ്റിയതാണോ, എനിക്ക് തലവേദന ഉണ്ടാക്കുവോ, എന്റെ നാടകങ്ങൾ മുടക്കുവോ, ഇങ്ങനെയൊക്കെ ഉള്ളത് നോക്കി അത് വലിയ കുഴപ്പമില്ലാത്തവർ, എന്നാലും നമുക്ക് ആരെയും പൂർണ്ണമായിട്ട് അങ്ങനെയൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല, എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാത്ത എന്നെ പോലുള്ള പാവത്തങ്ങൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അത് പറഞ്ഞിട്ടേ എടുക്കൂ. നമ്മൾ പറയാണ്ട് എടുക്കുമ്പോ പിന്നെ ഒരു ഇഷ്യൂ വരുമ്പോ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോ ചേച്ചി ഇതൊന്നും പറഞ്ഞില്ലല്ലേ, അന്ന് പുകവലിക്കാൻ പാടില്ല, മദ്യപിച്ചാൽ നിങ്ങളെ ഞാൻ വണ്ടി കയറ്റില്ല. അങ്ങനെ ഞാൻ മദ്യപിച്ച ആർട്ടിസ്റ്റിനെ വണ്ടി കയറ്റാതെയും പോയിട്ടുണ്ട്. എന്നാ മദ്യപിക്കുന്നവര് ഒന്നും മിണ്ടാതെ കയറി നമ്മൾ പോലും അറിയാതെ കയറി ഇരുന്നാ പ്രശ്നമില്ല, നമ്മൾ അവരെ അറിയുന്നില്ലല്ലോ. പക്ഷെ മദ്യപിച്ച നമുക്ക് അത് മനസ്സിലാക്കിയവര് ഞാൻ എന്റെ വണ്ടി കയറ്റാതെ ആ സ്പോട്ടിൽ വിട്ടിട്ട് പോയിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ചേട്ടൻ എഴുതാറുണ്ടായിരുന്നു? ചേട്ടൻ ആദ്യത്തെ നട എഴുതിയത് ചേട്ടൻ തന്നെയായിരുന്നു. അതുപോലുള്ള എന്തെങ്കിലും സ്കില്ല് ഉണ്ടോ? സ്കില്ല് അതുപോലുള്ള സ്കില്ലല്ല, ശരിക്കും പറഞ്ഞ ഒരു മിനിമം ഒരു 10-25 നാടകമോ അല്ലെങ്കിൽ കുറെ സിനിമകളോ എഴുതാനുള്ള സാധനം എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ എഴുതുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പറ്റുന്ന ചെക്കിന്റെ ഡയറക്ഷൻ ചെയ്യുമ്പോഴേ ഒരു ഡയറക്ടർ എന്ന നിലയിൽ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്താൻ ഈ സമയത്തൊക്കെ നമ്മളിത് വരുത്തുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഉള്ളത് എന്റെ സംഭവങ്ങൾ ത്രെഡ് പറഞ്ഞു കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതിക്കാം. ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എഴുതണമെന്ന് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ അത് എടുത്തു പിടിച്ച കണക്ക് നമ്മൾ എഴുതിയാൽ അതിൻ്റെതായിട്ടുള്ള കുഴപ്പമുണ്ട്. ആലോചിച്ച് മനസ്സിലിട്ട് വിളയിച്ചിട്ട് വേണം അത് പേപ്പറിൽ വരുത്തണമെന്ന്. അതിപ്പോ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അങ്ങനെ തന്നെ ചെയ്യാവൂ. കാരണം എന്ന് വെച്ചാല് ഇപ്പം കുറെ 10-15 അല്ലെങ്കിൽ 20 നാടകങ്ങളൊക്കെ എഴുതുന്ന റൈറ്റേഴ്സും ഉണ്ട്. പണ്ടുള്ളവർ അങ്ങനെയല്ല. അവരുടെ മനസ്സിലൊരു ത്രെഡ് കിട്ടിയാല് ഞാൻ വലിയ അറിവുള്ളവളല്ല, ഞാൻ വെറും ശിശുവാണ്. അവര് മനസ്സിലിട്ട് ആ സബ്ജക്റ്റിനെ വളർത്തും, മനസ്സിലിട്ട് തന്നെ വളർത്തി കഴിഞ്ഞിട്ടേ അവര് പേപ്പറിലേക്ക് എഴുതുള്ളൂ. അങ്ങനെ വരുന്ന സാധനമായിരിക്കും സൂപ്പർ സാധനം. എന്തായിരിക്കും 10-15 ഒക്കെ എഴുതുന്നതിൽ 1-2 ഒക്കെ ചിലപ്പോൾ സൂപ്പർ ആവും. സംവിധാനം കൂടി ചെയ്യുന്നുണ്ട്. അത് എത്ര 32 വർഷമായിട്ട് ചെയ്യുന്നു. അത് ശരി, 32. അപ്പം അതിന് ഉപോത്പാദകമായിട്ട് എന്തായിരുന്നു അതിന് സപ്പോർട്ടിംഗ് ആയിട്ട്? അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് കിട്ടിയത് നമ്മുടെ ചേട്ടന്റെ വേർപാടിന് ശേഷം നമ്മൾ ആദ്യം ഇറക്കിയ ഒരു നാടകമുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ വർഷം നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അംഗം ജയിക്കാൻ ഒരു അമ്മയെന്ന് പറഞ്ഞ ചേട്ടന്റെ സ്ക്രിപ്റ്റ്. ആ നാടകം അന്ന് നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ സംവിധായകനും നടനും സംഘാടകനുമായിരുന്ന കബീർദാസ് ചേട്ടനായിരുന്നു അത് വർക്ക് ചെയ്തത്. അത് 2 നാടകം, ഒന്ന് ആ നാടകവും അതിനുശേഷം ഞാൻ ഒരു നാടകം എടുത്തായിരുന്നു, അതും അഡ്വക്കേറ്റ് മണിലാലിന്റെ സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ആ നാടകം, ഈ 2 നാടകം കബീർദാസ് ചേട്ടനായിരുന്നു വർക്ക് ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് നമ്മള് മൂന്നാമത് ചേട്ടന്റെ വേർപാടിന് ശേഷം മൂന്നാമത് ഇറക്കുന്ന ഒരു നാടകം അഡ്വക്കേറ്റ് വെൺകുളം ജയകുമാർ സാറിന്റെ ആധിപത്യം എന്ന് പറഞ്ഞു നാടകം. അപ്പൊ ഈ രണ്ടാമത്തെ നാടകം എന്റെ ക്യാമ്പില് ഡ്രസ്സിലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ മാനസികമായിട്ടൊക്കെ ഇത്തിരി വിഷമങ്ങള് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സമയത്ത് റിഹേഴ്സൽ നടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരു സംഘാടക എന്ന നിലയില് അല്ലെങ്കിൽ ഒരു കുടുംബിനി എന്ന നിലയില് ഒക്കെ നമുക്കത് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഒരു റിഹേഴ്സലിന്റെ എല്ലാവരെയും വരുത്തിച്ചു, റിഹേഴ്സലിന് വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തു, ഫുഡൊക്കെ എന്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു. അന്ന് പിന്നെ അമ്മയൊക്കെ കൂടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തയ്യാറാക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുന്നില്ല, അപ്പൊ റിഹേഴ്സൽ നീണ്ടു പോന്നു. അന്ന് ഇപ്പോഴത്തെ ക്യാമ്പല്ലായിരുന്നു, അന്ന് ഈ ഓല ഷെഡ് വെച്ചിട്ട് എന്റെ മുറ്റത്ത് സ്റ്റേജ് ഇട്ടിട്ടാണ് നമ്മൾ റിഹേഴ്സൽ നടത്തുന്നത്. അത് ദ്രവിച്ച് പൊടിഞ്ഞു പോയിട്ട് പോലും ഇവിടെ റിഹേഴ്സൽ ഒന്നും ആയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ചില ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാനസികമായിട്ടൊരു ഇത്തിരി ബുദ്ധിമുട്ട് ചില കാര്യങ്ങളിൽ വന്നപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചത്, ഞാൻ വലിയ സ്കൂൾ ഓഫ് ഡ്രാമയിലോ അവിടെ ഇവിടെ ഒന്നും പോയി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ, എന്റെ ചേട്ടന്റെ കൂടെ ഇത്രയും നാള് നാടക സമിതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പോയി എന്ത് കാര്യം ചെയ്താലും ഡിസ്കസ് ചെയ്യും എന്നോട്. മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്റെ ഒപ്പീനിയൻ കൂടെ അറിഞ്ഞതിന് ശേഷമേ ചേട്ടൻ അത് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും സമയം അറിയായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയായിരുന്നു.